CPM ഇതിനെ വിശദീകരിച്ചത് ഭരിക്കുന്ന പാർട്ടിയാണല്ലോ. CPM ഇതിനെ വിശദീകരിച്ചത് ഒരു സർക്കാർ പരിപാടിയല്ല, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണെന്നാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊരു സർക്കാർ പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് പിണറായി വിജയനും VN വാസവൻ്റെയും ഫോട്ടോയാണ്. അതിൽ അയ്യപ്പൻ്റെ ചിത്രം എവിടെയെന്ന് പ്രതിപക്ഷം കളിയാക്കുന്നുണ്ട്. അതൊരു വാലിഡായിട്ടുള്ള ക്വസ്റ്റനാണ്. അതൊരു സർക്കാർ പരിപാടി അല്ലെങ്കിൽ അതൊരു തീർത്ഥാടക പരിപാടി അല്ലെങ്കിൽ തീർത്ഥാടക സംഘമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെയും VN വാസവൻ്റെയും ഫോട്ടോയുടെ ആവശ്യമേ ഇല്ല. അതിൽ അയ്യപ്പൻ്റെ പടമാണ് വേണ്ടത്. അപ്പോൾ ആ വാദം ദുർബലമാവുകയാണ് അത്തരം ഫ്ലെക്സുകൾ കാണുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇന്ന് അവിടെ നടന്ന പരിപാടി ശ്രദ്ധിച്ചു നോക്കുക. അവിടുത്തെ പ്രധാനപ്പെട്ട അതിഥി ആരാണ്? മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടകനാണ്. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്. ഇപ്പോൾ പളനിവേൽ ത്യാഗരാജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് മന്ത്രിയുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട അതിഥിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന നേരെയാണ് വെള്ളാപ്പള്ളി നടേശനെയാണ്. മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തിയാൽ തൊട്ടുടനെ വെള്ളാപ്പള്ളി കൊളുത്തുന്നു. അതിനുശേഷമാണ് NSSൻ്റെ പ്രതിനിധി വിളക്ക് കൊളുത്തുന്നത്. അതിനുശേഷമാണ് തമിഴ്നാട് മന്ത്രിമാർ വിളക്ക് കൊളുത്താൻ വരുന്നത്. അവിടെ വായിച്ച വാർത്തകളിൽ കൃത്യമാണെങ്കിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പളനിവേൽ ത്യാഗരാജ് അദ്ദേഹത്തെ പ്രസംഗിക്കാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തി സ്റ്റേജ് വിട്ടുപോയി. പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി പ്രസംഗിച്ച് കഴിഞ്ഞിട്ടും ശരിക്കും പ്രോട്ടോകോൾ പ്രകാരം ആരാണ് പ്രസംഗിക്കുന്നത്? വെള്ളാപ്പള്ളി അല്ല. വെള്ളാപ്പള്ളി ജനപ്രതിനിധിയല്ല, അദ്ദേഹം ഒരു സമുദായ സംഘടന നേതാവാണ്. അപ്പോൾ പളനിവേൽ ത്യാഗരാജൻ ആരാണ്? അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുകയാണ് സംസാരിപ്പിക്കാൻ. അദ്ദേഹം അതിൽ മുഷിഞ്ഞു എന്നാണ് ഒരു റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി നടത്തുന്ന സംഗമമാണോ എന്ന് തോന്നിപ്പോകും. രാവിലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണോ അത് നടത്തിയത്? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണെങ്കിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കുന്ന സമുദായത്തിന് വേണ്ടിയാണോ അത് നടത്തിയത്? ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം കടന്നു വരുന്നത്. ഇതൊരു സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടി തന്നെയായിരുന്നു. അതല്ല, വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുന്ന സമുദായത്തെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉയരുന്ന അവിടെയാണ്. അതിന് CPMൻ്റേതായ കാരണം ഉണ്ടാവും, സർക്കാരിൻ്റേതായ കാരണം ഉണ്ടാകും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഈ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ CPMൽ നിന്ന് ഒലിച്ച് BJPയിലേക്ക് പോയി എന്നുള്ള വളരെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് പാർട്ടിയുള്ളത്, സർക്കാരുമുള്ളത്. അപ്പോൾ അത് പരിഹരിക്കാൻ ഇങ്ങനെ അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ടാണോ അത് പരിഹരിക്കേണ്ടത്? അതുപോലെ വേറെ രീതിയിൽ രാഷ്ട്രീയമായി അതിനെ നേരിടുകയാണോ വേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ.